ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി RSS പ്രതിനിധി സഭ. ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നുവെന്ന് സഹസർകാര്യവാഹ് അരുൺകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദു വിരുദ്ധത മാത്രമല്ല ഭാരത വിരുദ്ധതയുമായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. RSS പ്രതിനിധി സഭയുടെ രണ്ടാം ദിനത്തിലെ ചർച്ചകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും എതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും ബംഗ്ലാദേശ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭ ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ഹിന്ദു സമൂഹം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ആഹ്വാനം ചെയ്തു. ആസൂത്രിതമായ അടിച്ചമർത്തലാണ് അവിടെ നടക്കുന്നതെന്നും ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. RSS സഹസർകാര്യവാഹ് അരുൺകുമാറാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. हिंदू और माइनॉरिटी कम्युनिटीज जो है उनका जो ह्यूमन राइट वायलेशन हो रहा है और कंटिन्यूअस वायलेंस, इनजस्टिस, ऑपरेशन, ये जो हिंदू समाज सहित ऑल द माइनॉरिटीज ऑफ बांग्लादेश उनके साथ जो हो रहा है उसको लेकर हमने एक चिंता व्यक्त किया है. सीरियस कंसर्न हमने अपना और प्रस्तुत किया है. പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള ഹിന്ദുക്കളാണ് അവിടെ വേട്ടയാടപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നതായി പ്രമേയം വിശദീകരിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിലും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി അതിക്രമങ്ങളെ ചെറുക്കുന്നതായി പ്രമേയം ഓർമ്മപ്പെടുത്തി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന ദൃഢനിശ്ചയം ഭാരത സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അഖില ഭാരതീയ പ്രതിനിധി സഭ വിലയിരുത്തുന്നു. ജനം, ഡൽഹി.